എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഇഫാനെയും റൂംമേറ്റിനെയാണ്. ഇതേ സമയത്ത് റൂംമേറ്റ് നമ്മുടെ ഇഫാനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടി ഒന്ന് ഇങ്ങോട്ട് വാന്ന് പറയോ. അതേ സമയം ഇഫാൻ ആണെങ്കിൽ പല്ല് തേക്കായിരിക്കും. അവളെ അടുത്തേക്ക് വിളിച്ച് റൂംമേറ്റ് അവളുടെ അടുത്ത് പറയും, എടി നീ സമാധാനമായിട്ട് കേൾക്കണം, നീ ചീറ്റ് ചെയ്യുന്നു പറയരുത്, എനിക്ക് ഇവിടുത്തെ വർക്കൊന്നും തീരെ പിടിക്കുന്നില്ല, എന്റെ കസിൻ ആണെങ്കിൽ എനിക്കൊരു ജോബ് സെറ്റ് ആക്കി തന്നിട്ടുണ്ട്, അത് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. ഇതേ സമയം തന്നെ ഇഫാൻ ഇവിടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇവിടുന്ന് പോവുകയാണോ, ഞാൻ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ള, എനിക്ക് ഈ റൂമിന്റെ മൊത്തം റെന്റ് ഒന്നും കൊടുക്കാൻ കഴിയില്ലാന്ന്. ഇതേ സമയം തന്നെ റൂംമേറ്റ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് പുതിയൊരു റൂംമേറ്റിനെ ഇപ്പം തന്നെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇഫാൻ ആണെങ്കിൽ വല്ലാണ്ട് ടെൻഷൻ ആവുകയും ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ അന്ന് രാത്രി തന്നെ നമ്മുടെ ഇഫാൻ പോയിട്ട് പഴയ ഓണറിൻ്റെ കയ്യിൽ അവൾ കീ കൊടുക്കുകയാണ്. ഇതേ സമയം ഓണറാണെങ്കിൽ ഇവളെങ്ങനെ ചീത്ത പറയായിരിക്കും, മോളെ നീ ഒരൊറ്റ ആൾ കാരണം ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇവിടുന്ന് പോയി, ഇപ്പോൾ ഇവിടെ ആരുമില്ല, എൻ്റെ ഒരു വരുമാനമാണ് നീ കാരണം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ഇവളെങ്ങനെ ചീത്ത പറയാണ്. ഇവൾക്കാണെങ്കിൽ വല്ലാണ്ട് സങ്കടമായിട്ട് ഇവൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയായിട്ടാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതേ സമയം അവൾ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ എന്താ എൻ്റെ ചാനലിൽ ഒരു ആഡ് കൊടുക്കുക, ആരെങ്കിലും പരസ്യം കണ്ട് നിങ്ങളുടെ റൂമിലേക്ക് വരാൻ മതി എന്ന് പറഞ്ഞാൽ ഇതേ സമയം അവൾ അവരെ സമാധാനിപ്പിച്ചിട്ട് അവിടുത്തെ പോകും. അങ്ങനെ നമ്മുടെ ഇഫാൻ ആണെങ്കിൽ ഇങ്ങനെ നേരെ അവളുടെ ഇപ്പോഴുള്ള അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. ഇതേ സമയം അവൾ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ തന്നെ ഡോറ് തുറക്കും. അതേ സമയം അവൾ വിചാരിക്കേണ്ടത്, അയ്യോ ഞാനിത് പൂട്ടാൻ മറന്നു പോയെന്ന് വിചാരിച്ച് അവൾ പതിയെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഈ സമയം അവൾക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ അവൾ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ മുമ്പിലൊരു തീയൽ കണ്ട് അവൾ ഒറ്റ ഓടി അലറി വിളിച്ച് അവളുടെ പുറത്തുള്ള നൈബേഴ്സിനെയും പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് ഇവൾ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കള്ളം കയറി എന്ന് പറഞ്ഞാൽ ഇവൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക. ഇതേ സമയം തന്നെ ആ നിഴലിൻ്റെ ഉടമ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. എല്ലാവരും ഞെട്ടിയ പോലെ നമ്മളൊന്ന് ഞെട്ടും. അത് സാങ് ആയിരിക്കും. സാങ് ആണ് ഇപ്പോഴത്തെ അവിടുത്തെ ഓണറായിട്ട് നിൽക്കുന്നത്. ഇതേ സമയം ഇവർ സാങ്ങിന്റെ അടുത്ത് ചോദിക്കും, നീ എന്താ ഇവിടെയെന്ന്. ഇതേ സമയം സാങ് അവളോട് ചോദിക്കും, നീ എന്താ ഇവിടെയെന്ന്. എന്നിട്ട് ഇവർ രണ്ടുപേരും അവരവർ ഈ അപ്പാർട്ട്മെന്റ് റെഡിയാക്കി തന്ന ആൾക്കാരെ വിളിക്കും. ഇതേ സമയം നമ്മുടെ ഇഫാന് റൂംമേറ്റിന്റെ അടുത്ത് ചോദിക്കും, നീ ഇവിടുത്തെ കീ ആരെങ്കിലും കൈ കൊടുത്തോന്ന്. ഇതേ സമയം അവൾ പറയുന്നുണ്ട്, ആ സാങ് അല്ലേ നോക്കി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ എന്തിനാ അവന്റെ കൈ കൊടുത്തതെന്ന് നോക്കി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്ക് പെട്ടെന്ന് റൂംമേറ്റിനെയൊക്കെ സെറ്റാക്കി തരാന്ന് പറഞ്ഞാൽ ഞാൻ എവിടുന്ന് സെറ്റാക്കി തരാനാ, പിന്നെ നിന്റെ റെന്റിന് കൊടുക്കാനൊക്കെ പറ്റിയ ഒരാൾ തന്നെ സാങ് ആണ്, പിന്നെ ആണായാലും പെണ്ണായാലും എന്താ നമ്മുടെ സ്വഭാവം പോലെ നിൽക്കുന്നറിയും. ഇതേ സമയത്താണെങ്കിൽ ഇഫാൻ അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. ഇതേ സമയം അപ്പുറത്ത് നമ്മുടെ സാങ് ഹാനെ ആയിരിക്കും വിളിക്കുന്നത്. സംഭവം ഹാനാണ് അവന് ഈ അപ്പാർട്ട്മെന്റ് സെറ്റാക്കി കൊടുത്തത്. ഇതേ സമയം സാങ് ചോദിക്കുന്നത്, നീ എന്തിനാടാ, ഞാനൊരാണല്ലേ, അവളൊരു പെണ്ണല്ലേ, എനിക്ക് ഈ റൂം തന്നെ വേറെ എവിടെയും കിട്ടിയില്ലേന്ന്. ഇതേ സമയം ഹാനാണ് അവനെ കളിയാക്കി പറയുന്നുണ്ട്, ഹാന് മനഃപൂർവ്വം നമ്മുടെ ഇഫാനാണ് അവിടെ അറിഞ്ഞിട്ട് കൊടുത്താണ്. ഇതേ സമയം ഇവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നുണ്ട്. ഇഫാന്റെ കോളാണെങ്കിൽ റൂമിൽ പറയും, ഞാൻ നല്ല ക്ഷീണിച്ചാണ്, കുടിച്ചിട്ടാണ് അവൾ വന്നത്. എന്നിട്ട് അവൾ അപ്പം തന്നെ കട്ടാക്കും. എന്നിട്ട് പിന്നെ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുക. അങ്ങനെ അവർ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് ഇഫാൻ തുറന്ന് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഒട്ടും താല്പര്യമില്ല നമ്മൾ രണ്ടാളും ഒരു റൂം ഷെയർ ചെയ്യുന്നതിനോട്, അതുകൊണ്ട് ഒരുപാട് ഹോട്ടൽ റൂംസ് ഉണ്ടാവും ചീപ്പ് പ്രൈസിൽ, അതിലേതെങ്കിലും ഒന്ന് ഞാൻ നിനക്ക് സെലക്ട് ചെയ്ത് തരാമെന്ന് പറയും. ഇതേ സമയം അവൻ പറയുന്നുണ്ട്, എനിക്ക് ഈ ഹോട്ടലാണെങ്കിൽ മിനിമം ഒരു 5 സ്റ്റാർ എങ്കിലും വേണമെന്നറിയും. ഇതേ സമയം അവൾ പറയുന്ന, പിന്നെ നീ തന്നെ സെർച്ച് ചെയ്തിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഒന്ന് നീ തന്നെ എടുത്തോന്നറിയും. ഇതേ സമയം അവൾ പറയുന്നുണ്ട്, അതുമല്ല നിനക്ക് എന്തായാലും ഇവിടെ ഷെയറിംഗ് ഒന്നും പറ്റില്ല, നീ ഭയങ്കര റിച്ച് അല്ലേ, ഷെയർ ചെയ്ത് റൂമൊന്നും പോകാൻ നിനക്ക് എന്തായാലും താല്പര്യം ഉണ്ടാവില്ല എന്നറിയും. ഇതേ സമയം അവൻ പറയുന്നുണ്ട്, നീ കണ്ടല്ലേ എൻ്റെ വീട് കത്തിപ്പോയത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് റെസ്റ്റോറൻറ്റ് ഇല്ലേ. അപ്പോൾ അവൻ പറയും, ഓ എൻ്റെ റെസ്റ്റോറൻ്റ് ഒക്കെ ഇനിയിപ്പോൾ ഭയങ്കര കഷ്ടത്തിലാണ് ഓടുന്നത്. എല്ലാം ഇങ്ങനെ അവളുടെ കൂടെ ഇവിടെ നിൽക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ അടവിടുകയാണ്. പിന്നെ അവൾ അടുത്തതായിട്ട് പറയും, അത് പിന്നെ ഉണ്ടല്ലോ എൻ്റെ വർക്ക് പറഞ്ഞാൽ ഭയങ്കര ഇറഗുലറാണ്, ഞാനാണെങ്കിൽ തോന്നിയ പോലെയാണ് കയറി വരിക, അത് നീ ഇവിടെ ഇപ്പം താമസിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഞാൻ ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിട്ടായിരിക്കും വരികയെന്ന്. ഇതേ സമയം അവൻ പറയും, നീ വേറെ റൂമിൽ ഞാൻ വേറെ റൂമിൽ, നമ്മൾ ചിലപ്പോൾ കാണു പോലുമില്ല, പിന്നിപ്പോൾ എന്താ പ്രശ്നം. അപ്പം അതും പോയി. അപ്പം അവൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ നമ്മളെ പൂച്ചനെ. അപ്പോൾ അവൾ പറയും, ആ എൻ്റെ ഇവിടെ പൂച്ച ഉണ്ട്, നിനക്ക് പിന്നെ തീരെ പൂച്ചനെ പറ്റില്ലല്ലോ, അത് നിനക്കത് അലർജി അല്ലേന്ന് പറയും. ഇതേ സമയം അതും അവൻ പറയും, എനിക്കിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല അറിയും. അതേസമയം അവൾ പിന്നെ തുറന്ന് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ എന്തായാലും ഇവിടെ ഒരുമിച്ച് പോകുന്നത് ശരിയല്ല. ഇതേസമയം അവൻ അവളുടെ അടുത്ത് പറയും, നീ ഉണ്ടല്ലോ നിന്നെ കൺട്രോൾ ചെയ്താൽ മതി, ഇന്നെ നോക്കാൻ എനിക്കറിയാം, ഓക്കെ, നീ അധികം എൻ്റെ അടുത്തേക്ക് അടുക്കാണ്ടിരുന്നാൽ മതി എന്ന് പറയും. അവളെങ്ങനെ കൊച്ചാക്കുന്നതാണ് ഇവൻ്റെ എപ്പോഴത്തെ പരിപാടി. ഞാൻ ആകെപ്പാടെ 3 മാസം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. എന്നിട്ട് ഇവളിങ്ങനെ പോകുമ്പോൾ അവളിങ്ങനെ പറയും, എന്നാൽ പിന്നെ കുഴപ്പമില്ല, എന്നെന്തായാലും നീ എൻ്റെ കൂടെ കിടന്നോന്നറിയും. ഇതേ സമയം അവൻ, നീ എന്താ പറഞ്ഞേ നോക്കി. അപ്പോൾ അവള് മതി പറയും, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നീ ഈ റൂമിൽ തന്നെ കിടന്നോന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. അവളെല്ലാം കൂടി ചമ്മു. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഫാൻ ഒരു ഓട്ടായിരിക്കും റൂമിലേക്ക്. പിന്നീട് രാവിലെയാണ് കാണിക്കുന്നത്. ഇതേ സമയം ഇവളിങ്ങനെ പതുങ്ങി ഇങ്ങനെ അപ്പുറത്തെ റൂമിൽ പോയി സാങ് അവിടെ ഉണ്ടോ എന്ന് നോക്കും. ഇതേ സമയം സാങ് അവിടെ കാണില്ല. എന്നിട്ട് ആ റൂമിന്റെ കീ അവിടെ ഉണ്ടാവും. ഇതേ സമയം അവൾ ഫോൺ എടുത്തിട്ട് സാങ്ങിന്റെ മെസ്സേജ് അയക്കും, നീ ഇന്നലെ ഇവിടെ തന്നെയാണോ സ്റ്റേ ചെയ്തത്, അല്ലെങ്കിൽ നീ വേറെ എവിടെയാണോ സ്റ്റേ ചെയ്തതെന്ന്.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ റൂംമേറ്റിനെയും ഇഫാനെയാണ്. ഇഫാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവാന്ന് അറിഞ്ഞോണ്ട് തന്നെ റൂംമേറ്റ് കയറി വരികയും വേഗം തന്നെ പോയി ഫുഡ് ഓർഡർ ചെയ്യാൻ പോകും. ഇതേ സമയം ഇഫാൻ അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ അതൊന്നും വേണ്ട, നീ ഇങ്ങോട്ട് വാ, നമുക്ക് പുതിയ റൂംമേറ്റിനെ പറ്റി സംസാരിക്കാന്ന്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്, ഫീമെയിൽ റൂംമേറ്റിനെ മതി എന്നല്ലേന്ന്. ഇതേ സമയം റൂംമേറ്റ് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഫീമെയിൽ ആയാലും മെയിൽ ആയാലും എന്താ, നമുക്ക് കംഫർട്ടബിൾ ആയാലും ആണായാലും പെണ്ണായാലും ഒരു പ്രശ്നവും ഇല്ലാന്ന്. പിന്നെ പെണ്ണുങ്ങളെക്കാട്ടും നല്ലത് ആണുങ്ങളാണ്, അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു തരും, റെന്റ് ഒന്നും ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യേ ഇല്ല എന്ന് പറയും. എന്നിട്ട് ഇവളെ കുറെ ബോയ്സ് മുതലാക്കിയാണല്ലോ ഇവൾ ഇങ്ങനെ വാ തോരാണ്ട് പറയും. ഇതേ സമയം അവള് പിന്നെ ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നുണ്ട്, പിന്നെ നിന്റെ പഴയ ആളും അല്ലേ, നീയൊന്ന് മനസ്സിൽ വെച്ചാ നിനക്ക് ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കുകയും വേണ്ടാന്ന്. ഇത് കേട്ടോ നമ്മുടെ ഇഫാൻ അങ്ങ് പൊട്ടിത്തെറിക്കും. എന്നിട്ട് ഇവളെടുത്ത് ചോദിക്കും, പിന്നെ നിനക്ക് ഒരുപാട് കസിൻസും ഒരുപാട് കള്ള ബോയ് ഫ്രണ്ട്സും ഉള്ളത് പോലെയാണോ എല്ലാരും ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ റൂംമേറ്റ് ഇവളെടുത്ത് ചോദിക്കും, ഓ നിന്റെ നാക്കിന് ഇത്രയും നീളുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവസാനം അതൊരു കലഹത്തിലേക്ക് എത്തും. എന്നിട്ട് ലാസ്റ്റ് ഇഫാൻ ഒന്നും പറയാണ്ട് അവിടുന്ന് പോകും. ഇത് കഴിഞ്ഞിട്ട് ഇഫാൻ ഇങ്ങനെ അവളുടെ ഓഫീസിൽ നിന്ന് ആലോചിക്കാണ്, സാങ്ങുമായിട്ടുള്ള ഒരു റൂം ഷെയറിങ്, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇങ്ങനെ തിരിച്ചു മറിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവള് ഓർക്കുന്നുണ്ട് ഇവളുടെ കൊളീഗുമായിട്ട് ഇവൾ ഇതിനെപ്പറ്റി സംസാരിച്ചത്. ഈ സമയം കൊളീഗ് പറയുന്നുണ്ട്, നല്ല ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ കൂടെ സ്റ്റേ ചെയ്തോന്ന്. എന്നിട്ട് അവൾ അപ്പം തന്നെ സാങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്, നമുക്കിന്നൊന്ന് കാണാമെന്ന്. ഇതേ സമയം അവൻ അപ്പം തന്നെ റീപ്ലൈ കൊടുക്കുന്നുണ്ട്, നിൻ്റെ സ്ഥലത്ത് നിന്ന് 8 മണിക്ക് ഞാൻ വരാമെന്ന്. അങ്ങനെ ഇഫാന് അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വരിക. എന്നിട്ട് ഇവള് വരികയും ചോദിക്കും, നീ ഇന്നലെ എവിടെയാ താമസിച്ചത്. ഈ സമയം അവൻ പറയും, ഞാൻ ഇന്നലെ 5 സ്റ്റാർ ഹോട്ടലാണ്. ഈ സമയം ഇവള് ചോദിക്കുന്നുണ്ട്, എത്രയാണ് പൈസ എന്ന്. ഇവനാണെ അത് പറയാണ്ട് നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. ഈ സമയം ഇവളാണെങ്കിൽ ഒരു വലിയ പേപ്പർ നിറയെ കണ്ടീഷൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവൾ ഓരോന്നോരോന്നായിട്ട് പറയാൻ തുടങ്ങും. അവൾ പറയും, നീ ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു നല്ല ആളാവണമെന്ന് മാത്രമേ ഉള്ളതിനു. എന്നിട്ട് ഇവൾ പറയും, നമ്മുടെ അപ്പാർട്ട്മെന്റിൽ 2 റൂമാണുള്ളത്, ഒന്ന് വലിയ റൂമും രണ്ടാമത്തെ ചെറിയ റൂമാണ്. വലിയ റൂം എടുക്കുന്ന ആൾ മിനിമം ഒരു 4000 രൂപയെങ്കിലും തരണം, കാരണം മൊത്തം 7000 ആണ്. ചെറിയ റൂം എടുക്കുന്നത് 3000 ആണ്. നിനക്ക് 4000 ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ ആണ് പറയും. അങ്ങനെ ഇവൾ ഓരോരോ കണ്ടീഷൻസ് വായിക്കാൻ തുടങ്ങും. വാട്ടർ, കറണ്ട് ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്യണം, ഇതിനൊക്കെ വേറെ വേറെ പൈസ ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ രണ്ടാളും സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഇതിൽ വെജിറ്റബിൾസ് വാങ്ങുകയാണെങ്കിൽ ഒക്കെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം എന്ന് പറയും. അതേസമയം ഇവനാണെങ്കിൽ ഇവൾ എന്ത് പറഞ്ഞാലും ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവള് കണ്ടീഷൻ നമ്പർ 1 ആയിട്ട് പറയാം. ഇവള് പറയും, ഇവള് വർക്ക് ഭയങ്കര ഇറഗുലർ ആയതുകൊണ്ട് ഇവള് ഏതെങ്കിലുമൊക്കെ സമയത്താണ് കയറി വരിക. അതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള ആൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വീട് ഭയങ്കര ക്യൂറ്റായിട്ട് നിൽക്കണം എന്ന് പറയും. അടുത്തത് അവള് പറയും, ആരാണ് ഫുഡ് കഴിക്കുന്നത് അവർ തന്നെ വെസൽസ് ക്ലീൻ ചെയ്ത് വെക്കണം എന്ന് പറയും. മൂന്നാമത് അവളിങ്ങനെ പറയാൻ വരുമ്പോൾ തന്നെ ഇവന് ചൂടെടുത്തിട്ട് ഇവനിങ്ങനെ ജാക്കറ്റ് ഊരി കഴിക്കും. അപ്പോൾ അവളിങ്ങനെ മറിഞ്ഞ് നിന്നിട്ട് പറയും, ഇവിടെ ന്യൂഡിറ്റി പറ്റില്ല, ഡ്രസ്സൊന്നും ഇങ്ങനെ തോന്നിയ പോലെ കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇതേ സമയം അവൻ അപ്പം തന്നെ ജാക്കറ്റ് ഇട്ട് സെറ്റാക്കി അവളോട് ചോദിക്കും, 4ാമത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ലാസ്റ്റത്തെ എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരൊക്കെ വരികയാണെങ്കിൽ ആദ്യം പെർമിഷൻ എടുക്കണമെന്ന് പറയും. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോയെന്ന്. ഇതേ സമയം അവരൊന്ന് ഞെട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഇല്ല എന്ന് പറയും. ഇതേ സമയം അവൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഗേൾ ഫ്രണ്ടിന് ഉണ്ടാവാണ്ടിരിക്കാനാണ് പറയും. സംഭവം ഇവർ 2 പേരും ഒരുമിച്ച് സ്റ്റേ ചെയ്യുകയാണല്ലോ. ഇതേ സമയം തന്നെ സാങ് ഇവളൊന്ന് ആക്കിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലയെന്ന് വിചാരിച്ച് നീ സന്തോഷിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവൾ പറയും, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാനും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറയും. ഇതേ സമയം അവൻ പറയും, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയും. അങ്ങനെ അവനിങ്ങനെ അവൻ്റെ റൂം കാണാണ്. ഇതേ സമയം അവളിങ്ങനെ എല്ലാം നടന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക, ഇതാണ് ബാത്റൂം, ഇതാണ് ബെഡ്റൂം, ഇതാണ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം ഇവളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് ഇവളെടുത്ത് വന്നിട്ട് ഇവളെ റൂം കാണിച്ചു തരാൻ പറയും. ഇവളെ റൂം കാണിച്ചു കൊടുക്കും. ഇവളെടുത്ത് പറയും, എനിക്ക് ശരിക്കും ഈ റൂമാണ് ഇഷ്ടമായെന്ന്, ഞാൻ ഈ റൂം സ്റ്റേ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ഇഫാനൊന്ന് ഞെട്ടിയിട്ട് പറയും, ഇതിന് 3K ഉള്ളൂ, അതിന് 4K ആണ്, എനിക്ക് 4K അഫോർഡ് ചെയ്യാൻ കഴിയൂല പറയും. അപ്പോൾ അവൻ പറയും, നീ 4K അഫോർഡ് ചെയ്യണ്ട, നീ ആ റൂമിൽ 3K തന്നെ കൊടുത്താൽ മതി എന്ന് പറയും. ഇതേ സമയം അവൾ പിന്നെയും ഞെട്ടി ചോദിക്കും, അതെന്തിനാ അങ്ങനെ പറയുന്നത്, അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബാൽക്കണിയും ബാത്റൂമും ഒക്കെ ഉണ്ട്, പിന്നെന്തിനാ നീ ഇങ്ങനെ പറയുന്നതെന്നറിയും. അതേസമയം അവൻ പറയും, എനിക്ക് ഈ റൂമാണ് ഇഷ്ടമായത്, എന്താ നിനക്ക് റൂം മാറ്റാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഇവളെങ്ങനെ കൺവിൻസ് ചെയ്യും. എന്നിട്ട് ഇവർ ലാസ്റ്റ് 2 പേരും റൂം എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കാണുന്നത്. പിന്നെ കാണുന്ന ഇവർ 2 പേരും കിടക്കുന്നതാണ്. അതേസമയം അവൾ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇവൻ മനഃപൂർവ്വം എനിക്ക് ഈ റൂമായിട്ട് തന്നാണോ എന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ സാങ് മനഃപൂർവ്വം ഇവൾ നല്ല റൂമിൽ കിടന്നോട്ടെ എന്ന് കരുതി അവൾക്ക് വലിയ റൂം കൊടുത്താണ്. ഇതോടെ നമ്മുടെ 3ാമത്തെ എപ്പിസോഡ് കഴിയാണ്. പക്ഷെ ഒരു സീനോടി കാണിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം തന്നെ ഇവന്റെ വീട് കത്തിപ്പോയ സമയത്ത് ഇവൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ വാതോരാന്ന് പറയുന്നുണ്ട്, എനിക്ക് വിലപ്പെട്ട ഒന്നും ആ വീട്ടിലില്ലാന്ന്. എന്നാലും അവൻ അന്ന് തന്നെ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു പഴയ പെട്ടി എടുത്തിട്ട് തുറന്നിട്ട് അവൻ അതിലൊരു ഫോണ് കാണുന്നുണ്ട്. ഇതേ സമയം അവൻ അതിലേക്ക് ഇങ്ങനെ ഇമോഷണലായിട്ട് നോക്കുന്നുണ്ട്.
ഇതോടെയാണ് ശരിക്കും നമ്മുടെ 3ാമത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഇതുവരെ കണ്ടതിന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.